ഇനിയിപ്പോൾ നമ്മോടൊപ്പം ബിസിനസ് ജേർണലിസ്റ്റ് ജോർജ് ജോസഫ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ BJP-യുടെ പ്രതിനിധിയായാലും കോൺഗ്രസിന്റെ പ്രതിനിധിയായാലും പറഞ്ഞു വെക്കുന്നത് ഒന്നാണ്, കേരളം വലിയ മെച്ചപ്പെട്ട ഒരു നേട്ടമൊന്നും ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായില്ല. സ്വാഭാവികമായി ലഭിക്കേണ്ട ഒരു ഈ കടമെടുക്കാനുള്ള ഒരു എമൗണ്ട് 13,000 കോടിയുടെ എമൗണ്ട് സ്വാഭാവികമായി കേരളത്തിന് ലഭിച്ചു. അങ്ങനെ വളരെ സ്വാഭാവികമായി മാത്രം കേരളത്തിന് കിട്ടിയ ഒന്നാണോ? കേരളത്തിന്റെ വളരെ കൃത്യമായ ഒരു പോരാട്ടം അത് അടയാളപ്പെടുത്താതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് വളരെയധികം കൗതുകം തോന്നിയിട്ടുള്ള ഒരു കാര്യം, BJP-യുടെ പ്രതിനിധി വാദിക്കുന്നതിനേക്കാൾ വീറോടെയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി കോൺഗ്രസിന്റെ പ്രതിനിധി വാദിക്കുന്നതെന്ന് അത്ഭുതപ്പെടുത്തിയ, വളരെ കൗതുകം ഉയർത്തുന്ന ഒരു കാര്യം. കാരണം നീലിമ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നതിന് മുമ്പ് തൊട്ട് തലേദിവസം കർണാടകം അവിടെ പോയി സമരം നടത്തിയിരുന്നു. കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. എന്താണ് ഉന്നയിച്ചിരുന്ന ആവശ്യമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഇതേ ആവശ്യം തമിഴ്നാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാള് അവിടെ മമതാ ബാനർജി റോട്ടിലൂടെ പദയാത്ര നടത്തി. അവര് കേസിന് പോയിട്ടില്ല. ഓരോ സംസ്ഥാനവും സ്വീകരിക്കുന്ന ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുകളാണ്. ചിലര് സമരം നടത്തിയിട്ടുണ്ട്, ചിലര് പ്രതിഷേധിച്ചിട്ടുണ്ട്, കേസിന് പോകേണ്ട ഇതിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളം എന്തുകൊണ്ടാണ് കേസിന് പോകാൻ ഇടയാക്കിയത്? കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ചർച്ചയിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, കേരളം കടമെടുപ്പിന്റെ പരിധി ഉയർത്താൻ ആവശ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ ഒരു കടമെടുപ്പിന്റെ പരിധി ഉയർത്തണമെന്നൊന്നും കേരളം എവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. കേരളത്തിന് ഇന്ന് കടമെടുക്കാനുള്ള പരിധി എന്ന് പറയുന്നത് 3%. കോവിഡ് സമയത്ത് പ്രത്യേക സാഹചര്യങ്ങളിൽ അത് 3.5% എന്ന തോതിലേക്ക് ഉയർത്തിയുണ്ടായി. പക്ഷേ എഫക്റ്റീവായിട്ട് കേരളത്തിന് ഈ 3% കടമെടുക്കാൻ കഴിഞ്ഞില്ല. അത് 2.5% താഴെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് കേരളത്തിന് മുൻകാലങ്ങളിൽ പല കാര്യങ്ങളിലും ഈ കടമെടുപ്പിന്റെ പരിധി പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് നമുക്ക് നേരത്തെ ഇവിടെ നീലിമ തന്നെ സൂചിപ്പിച്ചു. കിഫ്ബിയുടെ കടത്തിന്റെ കാര്യവും പെൻഷൻ കമ്പനിയുടെ വായ്പ എടുത്ത കാര്യവും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം തനത് രീതിയിലുള്ള സംസ്ഥാനത്തിന്റെ കടമായി കണക്കാക്കി വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് നീതി നിഷേധമാണ്, അത് ഞങ്ങളോട് കാണിക്കുന്ന ഒരു വിവേചനമാണ് എന്നുള്ള വാദമുഖങ്ങൾ വ്യക്തമായി ഉന്നയിച്ചുകൊണ്ടാണ് കേരളം സുപ്രീം കോടതിയിലേക്ക് പോയത്. സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് കേരളം ഇത്തരം കാര്യങ്ങൾ പല വേദികളിൽ പല രീതിയിൽ ഉന്നയിക്കുകയുണ്ടായി. പക്ഷെ അവിടെയെല്ലാം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? തികച്ചും നിഷേധാത്മകമായ സമീപനം. അത് നിങ്ങൾക്ക് ഒരു പൈസ തരാനില്ല, നിങ്ങൾക്ക് 1 രൂപ പോലും നിങ്ങൾക്ക് തരാനില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ നിങ്ങൾ കണക്ക് കാണിച്ചിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ കണക്കില്ല, നിങ്ങളുടെ കയ്യിൽ ആ പേപ്പറില്ല, ഈ പേപ്പറില്ല എന്നുള്ള രീതിയിലുള്ള മുടന്തൻ ന്യായങ്ങൾ. ഇതുവരെ ഞാൻ ഒരു കാര്യം പറയാം, കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട് പറയാണ്, കഴിഞ്ഞ 75 വർഷത്തിന്റെ ചരിത്രത്തിനിടയിൽ ഇത്ര അന്തസ്സില്ലാത്തൊരു നിലപാട് ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ കാര്യത്തിൽ, ധനകാര്യ രംഗത്തിന്റെ കാര്യത്തിൽ ഒരു ഗവൺമെന്റും സ്വീകരിച്ചിട്ടില്ല. അത് കൃത്യമായൊരു പൊളിറ്റിക്കൽ വെൻഡേറ്റ വെച്ചുകൊണ്ടാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമായിട്ടുണ്ട്. കാരണം എന്താ? അതിനകത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഈ സാഹചര്യത്തിൽ കേരളം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ പ്രതിഷേധം ആ സംസ്ഥാന സർക്കാരിനെതിരെ തിരിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പൊളിറ്റിക്കൽ അജണ്ട വ്യക്തമായി വെച്ചുകൊണ്ടാണ് ഇതെല്ലാം കാണിച്ചത്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നപ്പോ പറഞ്ഞെന്താ? കേരളത്തിൽ ഒന്നും കൊടുക്കാനില്ല. പാർലമെന്റിൽ അവരൊരു കാര്യം പറഞ്ഞു, 2004 മുതൽ 2014 വരെയുള്ള 10 വർഷക്കാലത്ത് കേരളത്തിന് മൊത്തം കൊടുത്തിരിക്കുന്ന തുകയേക്കാൾ 242% അധികം ഞങ്ങൾ കൊടുത്തു. എന്താണ് ഈ അധികം കൊടുത്തതെന്ന് പറയുന്നത്? കേരളത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ആ കൊടുത്ത തുക. അത് മൊത്തം തുക ചേർത്ത് വലിയ 2,00,000 ചില്ലാനും കോടി രൂപ എന്ന് പറയുന്ന ഒരു തുക അവിടെ പറയുകയാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോഴും പറഞ്ഞു, കേരളത്തിന് ഞങ്ങൾ പ്രത്യേകം മനസ്സിലുണ്ട്, കേരളത്തെ ഞങ്ങൾ എല്ലാ രീതിയിലും ഇത് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തെ അവഗണിക്കുന്ന, കേരളത്തെ വിവേചനത്തോടു കൂടി കാണുന്ന, കേരളത്തിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന, പൊളിറ്റിക്കലായി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു വശത്ത്,
അത് നമുക്കറിയാം. ഗവർണറെ കൊണ്ടുള്ള കളികളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. മറുവശത്ത് ഫിസ്ക്കൽ രംഗത്ത് കേരളത്തെ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തുക, കേരളത്തിന്റെ മുന്നേറ്റത്തെ, കേരളത്തിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ അടക്കം, ഒടുവിൽ ശമ്പളത്തിന്റെ കാര്യത്തിൽ കാലതാമസം വരുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു. അത് ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ വികാരം സൃഷ്ടിക്കുന്നതിന് സഹായകമാണ്. ഈ ഒരു ഇത് നേരത്തെ തന്നെ ഈ 13,608 കോടി രൂപ ഇപ്പൊ കൊടുക്കാമെന്ന് പറയുന്ന കേന്ദ്രം ഇപ്പോ സമ്മതിച്ചത് എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞത് എന്താ? കേരളത്തിലെ എല്ലാ കടമെടുപ്പ് പരിധിയും കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒന്നും എടുക്കാനില്ല, നിങ്ങൾ ശ്രീലങ്ക പോലെ ആകും കേരളം, ശ്രീലങ്ക പോലെ ആകും, അതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിന് ഇനി ഒന്നും കടമെടുക്കാൻ ഒരു രൂപ പോലും കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകൾ ഇപ്പോ കേരളത്തിന് അവകാശപ്പെട്ട കാര്യം ഒടുവിൽ കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നു. 22,000 കോടി രൂപ അഡീഷണൽ ആയിട്ട് വേണമെന്ന് കേരളം പറയുന്നതിന് ഉടനെ ഒരു ചർച്ച നടത്താൻ പറഞ്ഞു. ഇതൊക്കെ പോസിറ്റീവായിട്ട്, ഇതെല്ലാം കേന്ദ്രത്തിനുണ്ടായ തിരിച്ചടികൾ തന്നെയല്ലേ? കേരളം ഉന്നയിക്കുന്ന വാദങ്ങൾ പൊതുസമക്ഷത്തിൽ ഇവിടെ പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട്. ആ പൊതുസമൂഹത്തോടൊപ്പം കോടതിയിലും അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. കേന്ദ്രം ഇത്രയും നാളും പറഞ്ഞ വാദമുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയാതിരുന്നത്? ഞങ്ങൾ അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. കേരളം കടമെടുപ്പിന്റെ പരിധി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇങ്ങനെ പോയാൽ കേരളം ശ്രീലങ്കയാവും. ഇതെല്ലാം ഇവിടെ പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് കോടതിയുടെ മുമ്പിൽ എന്താ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയത്? അവിടെ എന്താ കോടതി ഇത്തരം പൊസിഷൻ എടുക്കാൻ കാരണം? ഇതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ? ഇത് അതുപോലെ തന്നെ ഒരു കാര്യം, നിങ്ങൾ അത് വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം ഒരു ലീഗൽ റെമഡിയിലേക്ക് ഒരാൾക്ക് പോകാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അത് തന്നെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നില്ലേ? നിങ്ങൾ കേസ് പിൻവലിച്ചിട്ട് വാ,